ബൈക്ക് മറിഞ്ഞ് അപകടമുണ്ടായാൽ സാധാരണ അതിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാറില്ല. എന്നാൽ ഇൻഷുറൻസ് കിട്ടാൻ ചില തട്ടിപ്പ് രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനായി റോഡ് ആക്സിഡൻ്റ് ആക്കി മാറ്റും. FIR-ഉം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും സാക്ഷിമൊഴികളും വ്യാജമായി സൃഷ്ടിക്കും. FIR ഇടുന്നതിന് കോടതിയെപ്പോലും കബളിപ്പിക്കും. അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടർമാരും ഉൾപ്പെടുന്ന സംഘം ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തുന്ന രീതിയാണിത്. ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടുന്ന ഉത്തരവിൻ്റെ മറവിൽ പോലീസ് ഒത്താശയിലാണ് ഈ ഏർപ്പാട്. 9 പോലീസ് ഉദ്യോഗസ്ഥരും 3 സർക്കാർ ഡോക്ടർമാരും ഒരു അഭിഭാഷകനും ഉൾപ്പെടെ 66 പ്രതികളാണ് കേസിലുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനത്തിൽ നിന്നാണ് വീണ് അപകടമുണ്ടാകുന്നതെങ്കിലും നേരത്തെ കണ്ട വീഡിയോയിലേതുപോലെ അപകടമുണ്ടായാൽ അത് റോഡ് അപകടമായി കണക്ക് കൂട്ടില്ല. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുമില്ല. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവായി മാത്രമേ അത് കണക്കാക്കപ്പെടൂ. ക്ലെയിം ലഭിക്കണമെങ്കിൽ ഇതുപോലെ വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടാകണം, പരിക്കേൽക്കണം. അതിനു മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. അതുകൊണ്ടാണ് അത്തരം അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, അതിനുവേണ്ടിയുള്ള വ്യാജരേഖകൾ നിർമ്മിക്കപ്പെടുന്നത്. നെയ്യാറ്റിൻകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിലാണ് ഇൻഷുറൻസ് കമ്പനികൾ തെളിവുകൾ സഹിതം ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളുടെ രേഖകളുടെ പിൻബലത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തട്ടിപ്പ്. വ്യാജ FIR-കൾ തയ്യാറാക്കപ്പെടുന്നു. വ്യാജ സാക്ഷികളും മഹസർ സാക്ഷികളും സൃഷ്ടിക്കപ്പെടുന്നു. കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ടാണ് FIR ഇടുന്നതെന്നാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശി അഖിലിന് 2016 ഓഗസ്റ്റ് 9 ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുന്നു. സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രേഖകളിൽ ബൈക്കിൽ നിന്ന് വീണതെന്ന് രേഖപ്പെടുത്തി. ഗുരുതര പരിക്കിനെ തുടർന്ന് അഖിലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോൾ അത് രേഖകളിൽ റോഡ് ആക്സിഡന്റായി മാറി. മാസങ്ങൾക്കു ശേഷം കാട്ടാക്കട മജിസ്ട്രേറ്റ് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. കാട്ടാക്കട പോലീസ് FIR ഇട്ടു. കാട്ടാക്കട സതീഷ് കുമാറായിരുന്നു അഖിലിന്റെ അഭിഭാഷകൻ. അപകടം നടന്ന കാട്ടാക്കട FIR-ൽ നെയ്യാറ്റിൻകരയായി മാറി. നെയ്യാറ്റിൻകരയിലൂടെ അഖിൽ നടന്നു പോകുമ്പോൾ KL01 AG 7333 എന്ന നമ്പറിലുള്ള ബൈക്ക് അഖിലിനെ ഇടിച്ചിട്ടെന്നായി കഥ. അഖിലിന്റെ അച്ഛന്റെ മൊഴി പോലീസ് എടുത്തു. പരാതി ശരിയെന്ന് സ്ഥാപിച്ചു. KL01 AG 7333 മംഗലത്തുകോണം സ്വദേശി ചന്ദ്രന്റെ പേരിലുള്ള വാഹനമാണ്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ചന്ദ്രന്റെ വാഹനം മറ്റു 4 അപകട കേസുകളിൽ കൂടി ചേർത്തു. ആര്യങ്കോട് പോലീസ് ക്രൈം നമ്പർ 1294/17, പാറശാല ക്രൈം 76/17, കാട്ടാക്കട ക്രൈം 211/19, കാട്ടാക്കട ക്രൈം 596/19. ഇതിൽ 2 കേസുകളിൽ ചന്ദ്രൻ ഡ്രൈവറായിരുന്നു, അതായത് കേസിലെ പ്രതി. മറ്റു 2 കേസുകളിൽ ബൈക്കിന് പിന്നിൽ ഇരുന്നയാളായി. എല്ലാത്തിലും അഭിഭാഷകനായി കാട്ടാക്കട സതീഷ് കുമാർ തന്നെ. ബാലരാമപുരം പോലീസ് രജിസ്റ്റർ ചെയ്ത 1715/17 എന്ന കേസിൽ അപകടമുണ്ടാക്കിയ വാഹനമായി കാണിച്ചത് KL20J 4597. അഖിലിന്റെ കേസിൽ വാദിഭാഗം അഭിഭാഷകനായി വന്ന അതേ സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം. ഈ കേസിൽ വാദിക്ക് വേണ്ടി ഹാജരായതും കാട്ടാക്കട സതീഷ് കുമാർ, അതായത് പ്രതിയും വാദിയുടെ അഭിഭാഷകനും ഒരാളെന്ന അപൂർവത. 2,40,000 രൂപയാണ് കേസിൽ ഇൻഷുറൻസ് തുകയായി തട്ടിയെടുത്തത്. മാറനല്ലൂർ ക്രൈം 502/17 ഹാജരാക്കിയത് സതീഷിന്റെ ബൈക്ക്. അതിൽ പ്രതിസ്ഥാനത്ത് വന്നത് സതീഷിന്റെ ജ്യേഷ്ഠന്റെ മകൻ വിപിൻ കുമാർ. മലയൻകീഴ് സ്വദേശി അജയകുമാറിന് അപകടം പറ്റിയെന്നായിരുന്നു ഈ കേസ്. ഇതേ അജയകുമാറിന്റെ മകൻ കിരണിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിച്ചായിരുന്നു മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ്. 22 വയസ്സ് മാത്രമുള്ള കിരണിന്റെ മെഡിക്കൽ രേഖകൾ 38-കാരനായ വിജയകുമാർ എന്നയാൾ അപകടത്തിൽപ്പെട്ടെന്നാക്കി. ക്രൈം നമ്പർ 501/17. ഇതുവരെ കണ്ടത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രദേശത്ത് മാത്രം നടന്ന തട്ടിപ്പുകളുടെ കഥയാണ്. ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ ഇടപാടും ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കലുമാണ്. തിരുവനന്തപുരത്ത് നിന്നും VV അരുൺ, ന്യൂസ് 18.